വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ക്യു ആൻഡ് എ ആണ്. അതായത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. യൂട്യൂബിലിട്ടിരുന്നു, ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഞാൻ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ആൻസർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ടു നോ സമ്മൺ ഈസ് ലൈയിങ്. അതായത് ഒരു വ്യക്തി നുണ പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. ഞാൻ എൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസിലും, അതായത് നമ്മുടെ ബിഹേവിയർ അനാലിസിസ് ചെയ്യുന്ന വീഡിയോയിലും അല്ലെങ്കിലും അതല്ലാത്ത ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ടോപ്പിക്കിൽ വരുന്ന സമയത്തെല്ലാം ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തി നുണ പറയുന്നുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമ്മളെപ്പോഴും പറയാം, നമ്മൾ ബോഡി ലാംഗ്വേജിലാണെങ്കിലും ബിഹേവിയർ അനാലിസിസിലാണെങ്കിലും നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി നുണ പറയുമ്പോൾ അവർക്കൊരു കൊഗ്നിറ്റീവ് ലോഡ് കൂടും, അല്ലെങ്കിൽ അവർക്ക് സ്ട്രെസ്സ് ക്രിയേറ്റ് ആവും. ആ സ്ട്രെസ്സിനെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫിസിയോളജിക്കൽ റെസ്പോൺസ് അവരുടെ ബോഡിയിലുണ്ടാവും. അപ്പോൾ ആ ഒരു ഫിസിയോളജിക്കൽ റെസ്പോൺസ് സ്ട്രെസ് എന്ന രീതിയിൽ നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുക, എത്രത്തോളം നമുക്ക് ഒബ്സർവബിൾ ആയിട്ട് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആ ഒരു ഏരിയ നമുക്ക് ഡീപ്പൻ ചെയ്തതിന് ശേഷം കൂടുതലായിട്ടും അവരുടെ അടുത്തുനിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് അവർ പറയുന്നതിനകത്തുണ്ടാവുന്ന മിസ്മാച്ചസ്, അല്ലെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും സ്ട്രെസ് ഉണ്ടാകാനുള്ള ടോപ്പിക്സൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഒരു പ്രോപ്പർ സെറ്റിങ്ങിൽ, അതായത് നമുക്കൊരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉള്ള സെറ്റിങ്ങിൽ, ഒരു ഇൻ്ററോഗേഷനോ ഒക്കെ ഉള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു നുണ കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഉപരി ആ വ്യക്തിയിൽ നിന്ന് ഒരു കൺഫഷൻ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നതാണ് ആക്ച്വൽ ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന ബിഹേവിയർ അനാലിസിസിലൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമുക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആക്ച്വൽ സയൻറ്റിഫിക് മെത്തേഡുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമാണ് നമ്മളൊരു വീഡിയോ ആണെങ്കിലും ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തി കണ്ടു കഴിഞ്ഞാൽ ഉടനെ അയാൾ നുണ പറയുന്നു എന്നോ നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, വി ഹാവ് ടു ഐഡൻറ്റിഫൈ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് സ്ട്രെസ് ഡിറ്റക്ഷൻ ആണ്. ഓക്കെ, സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ, ഹൗ ഡു ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സമ്മൺ ഈസ് മാനിപ്പുലേറ്റിംഗ് മീ. ഒരു വ്യക്തി നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അറിയാൻ സാധിക്കും. നമ്മളതിനെ ബേസ് ചെയ്തിട്ട് ഒരു എൻ്റയർ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു 3 പാർട്ടായിട്ട് തന്നെ ആൻറ്റി മാനിപ്പുലേഷൻ സിസ്റ്റം എന്ന രീതിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ റെഫർ ചെയ്യാം. അല്ലെങ്കിൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, മാനിപ്പുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 രീതിയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പേടി ഉളവാക്കാം. അതായത് അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രശ്നമാകും, ഏതെങ്കിലും തരത്തിലൊരു ഫിയർ നിങ്ങൾ ഇൻഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം ആ രീതിയിൽ വരാം. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, നിങ്ങൾ അവർക്ക് എന്തൊക്കെയോ ചെയ്ത് കൊടുക്കാനുണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ തലയിലേക്ക് എടുത്തു വെച്ച് തരും. അതായത് വിത്തിൻ ലോ ടൈം, അതായത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ തലയിലേക്ക് ഒരു റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടേതല്ലാത്ത രീതിയിൽ, നിങ്ങൾക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ തലയിലിട്ട് എടുത്ത് വെച്ച് തരും. അതായത് നിങ്ങൾ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ അക്കൗണ്ടബിൾ ആകുന്ന രീതിയിൽ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗിൽറ്റ് ട്രിപ്പിംഗ്. അതായത് ഒരു വിക്ടിം കാർഡൊക്കെ പോലെ. അതായത് നിങ്ങൾ അവരോട് എന്തോ തെറ്റ് ചെയ്തു, നിങ്ങളങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അവരെ നിങ്ങൾ അബ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ നിങ്ങളൊരു ഗിൽറ്റ് ഉളവാക്കിക്കൊണ്ട് അവരുടെ രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ 3 രീതിയിൽ അവർ സാധാരണ രീതിയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും. ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാനിപ്പുലേറ്റർ എപ്പോഴും ഒരു വ്യക്തിയിലെ അവരുടെ വീക്കസ്റ്റ് പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു പാർട്ടായിരിക്കും എപ്പോഴും മുതലെടുക്കുന്നത്. സോ ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില വ്യക്തികൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും, ചില വ്യക്തികൾ ഇമോഷണൽ ആയിട്ട് വൾണറബിൾ ആയിരിക്കും, അതായത് അവർ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന വ്യക്തികളായിരിക്കും. ചില വ്യക്തികൾ ഇതൊക്കെ ഇൻസെക്യൂരിറ്റീസ് ആണെങ്കിലും അതല്ലാതെ ഇൻസെക്യൂർ ആയിട്ടുള്ള വ്യക്തികളുണ്ട്. ഇങ്ങനെയുള്ള വീക്കായിട്ട്, അല്ലാതെ ഒരു വ്യക്തിയിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള പാർട്ട്, അല്ലെങ്കിൽ ഏതൊരു രീതിയിലാണോ ഒരു വ്യക്തി വീക്കായിട്ടുള്ളത്, ആ ഒരു പർട്ടിക്കുലർ ഭാഗത്ത് പുഷ് ചെയ്ത് നിങ്ങളെ മുതലെടുക്കാനായിട്ടാണ് സാധാരണ രീതിയിൽ ഒരു മാനിപ്പുലേറ്റർ ശ്രമിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങളൊരു വ്യക്തിയെ പുതിയതായിട്ട് പരിചയപ്പെടുന്നു വിചാരിക്കുക.
അങ്ങനെ പുതിയതായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് നിങ്ങൾ അവരോട് സംസാരിക്കുന്നു. സോ ഈ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് തരത്തിലുള്ള വ്യക്തിയാണ്, നിങ്ങളുടെ വീക്കസ്റ്റ് പാർട്ട് ഏതാണെന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇപ്പം നിങ്ങൾ ഒരു ഇമോഷണലായിട്ട് വളരെ വൾണറബിൾ ആകുന്നൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വളരെ പെട്ടെന്ന് നിങ്ങളോട് പറയണോ, ഞാനും എനിക്കും നേരത്തെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് അത് മാറ്റി. ഇത് നമുക്ക് വളരെ ജെന്യുവനായിട്ട് തോന്നും. എന്ന് പറഞ്ഞാൽ ജെന്യുവനായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി പെട്ടെന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെട്ടു, പെട്ടെന്ന് നിങ്ങളുമായിട്ട് അടുത്തു, ആൻഡ് യു ഫീൽ സോ മച്ച് ബെറ്റർ. ആ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ്, സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഫീലിംഗ് ഫുൾഫിൽഡ് ചെയ്തു, അല്ലെങ്കിൽ ഫുൾഫിൽഡ് ആയിട്ട് ഉള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്ലഷർ നിങ്ങൾക്ക് അനുഭവപ്പെട്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൂടുതലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും പെട്ടെന്ന് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. കുറച്ച് നാൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ഒന്ന് മാറി അതായത് മാനിപ്പുലേറ്റേഴ്സ് വളരെ കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും ബെറ്ററായിട്ട് ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളാണ്. ബാക്കിയുള്ളവർ അതിൽ പെട്ടെന്ന് വീണ് പോവുകയും ചെയ്യും. അതായത് നിങ്ങളുടെ വീക്കസ്റ്റ് പാർട്ടിലാണ് അവർ പുഷ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് വീണ് പോകും. ഇനിയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രോമ നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് ട്രോമയുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് കഴിഞ്ഞ് നിങ്ങൾ ഹീലിംഗ് പാർട്ടിൽ നിൽക്കുകയെന്ന് വിചാരിച്ചു. ആ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ആ ടൈമിൽ നിങ്ങളൊരു വ്യക്തിയെ പരിചയപ്പെട്ടു. നിങ്ങൾ ആ വ്യക്തിയോട് ചിലപ്പോൾ അവരുമായിട്ടൊരു റാപ്പ് ഒക്കെ ഫീൽ ചെയ്തു, ഒരു ജെന്യുവനായെന്ന് തോന്നി. നിങ്ങൾ അവരോട് കുറച്ച് കാര്യങ്ങൾ, നിങ്ങളുടെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു. അങ്ങനെ ഒരു ഷെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തി നിങ്ങളുമായിട്ട് പെട്ടെന്ന് നിങ്ങൾ കണക്റ്റായി, നിങ്ങൾക്ക് പെട്ടെന്ന് ആ വ്യക്തിയോട് കൂടുതലായിട്ടൊരു അടുപ്പം ഫീൽ ചെയ്യുന്നുവെങ്കിൽ ജസ്റ്റ് വെയിറ്റ്. നിങ്ങളുടെ വീക്കസ്റ്റ് ടൈമിലാണ് നിങ്ങളുടെ ലൈഫിൻ്റെ. സോ നിങ്ങളൊരു വീക്കസ്റ്റ് ടൈമിൽ എടുക്കുന്ന ഡിസിഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അത്ര കറക്റ്റ് ആവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഏറ്റവും ബേസിക്കായിട്ട് പറയുമ്പോൾ ആ റിലേഷൻഷിപ്പ് വളരെ ടോക്സിക്കോ പല രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് ജെന്യുവനായിട്ട് ബ്രേക്കപ്പ് നടന്നു കഴിഞ്ഞാൽ ആ ഒരു ഹീലിംഗ് ടൈമിനുള്ളിൽ തന്നെ പെട്ടെന്ന് മറ്റ് വ്യക്തികൾക്ക് പെട്ടെന്ന് ബ്രീച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വൾണറബിൾ ആയിട്ടുള്ള ടൈമാണ്. അവർക്ക് പെട്ടെന്ന് കണക്ഷൻ കിട്ടും. നിങ്ങൾക്കൊരു ഡിപ്പെൻഡൻസിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആശ്വാസമോ ഒക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും, ഓക്കെ, ദിസ് ഈസ് ദ റൈറ്റ് പേഴ്സൺ. സോ ജസ്റ്റ് വെയിറ്റ്. നിങ്ങൾ സ്വയം ഒന്ന് ഹീലായി, നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടൊരു മൈൻഡ് ആവാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ സൈക്കോളജിക്കലി ഹെൽത്തി ആയിട്ടൊരു പേഴ്സണായി മാറാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷവും സ്റ്റിൽ യു തിങ്ക് ദിസ് ഈസ് ദ റൈറ്റ് പേഴ്സൺ, യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇത് ഒരു ടൂള് പോലെയാണ്. അതായത് ഇത് നല്ലതിനും യൂസ് ചെയ്യാം, മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന വ്യക്തികൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. സോ ദിസ് ഈസ് വെരി പവർഫുൾ ടൂൾ. സോ യൂസ് ഇറ്റ് ഫോർ ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാണ്ട് ടു നോ മോർ അബൌട്ട് ഡീപ്പ് സ്റ്റഡി ഓഫ് ലിംബിക് സിസ്റ്റം ആൻഡ് റാഷണൽ തിങ്കിങ്. അതായത് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത് തലാമസ്, ഹൈപ്പോതലാമസ്, അമിഗ്ഡല, ബേസൽ ഗാംഗ്ലിയ, സിംഗ്ലേറ്റ് ഗൈറസ്, ഇതാണ് മെയിനായിട്ടൊക്കെ വരിക. അതിനോട് ചേർന്ന് തന്നെ മൈനറായിട്ടുള്ള അതർ പാർട്സ് ഉണ്ട്. നമുക്ക് ഇതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് ബയോളജിക്കൽ പെർസ്പെക്റ്റീവ്സിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണം നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലിംബിക് സിസ്റ്റം, അതിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സോ ലിംബിക് സിസ്റ്റം ബേസിക്കലി നമുക്ക് ഫീലിംഗ് ഉണ്ടാവുക, അതായത് ഇമോഷണൽ ആയിട്ടുള്ള റെഗുലേഷൻസും അതുപോലെ തന്നെ റിവാർഡ് സിസ്റ്റം, ഇതൊക്കെ ലിംബിക് സിസ്റ്റമായിട്ട് കണക്റ്റഡാണ്. അതായത് നമ്മുടെ ഒരു മമേലിയൻ ബ്രെയിൻ മോഡലിൽ എപ്പോഴും ലിംബിക് സിസ്റ്റമാണ് മുന്നിൽ വരിക. മമേലിയൻ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിയോ കോർട്ടെക്സ്, അതായത് നമ്മുടെ മനുഷ്യനാക്കുന്ന തലച്ചോർ എന്ന് പറയുന്ന ആ ഒരു നൂഡിൽസ് പോലെ ഇരിക്കുന്ന ആ ഒരു സംഗതി ഉണ്ടാവുന്നതിന് മുമ്പ് എവല്യൂഷണറി പെർസ്പെക്റ്റീവിൽ ഉള്ള അതിന് ഏറ്റവും താഴെ ഇരിക്കുന്ന ഒരു കമ്പോണൻ്റാണ്. ഒരു കമ്പോണൻ്റ് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള കുറച്ചേറെ കമ്പോണൻസ് ഒന്നിച്ച് ചേർന്ന് നമ്മൾ പറയുന്ന ഒരു ഭാഗമാണ്. അവിടെ അമിഗ്ഡാല ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്, തലാമസ് ഉണ്ട്, ഹിപ്പോക്യാമ്പസ് ഉണ്ട്, സിംഗ്ലേറ്റ് ഗൈറസ് ഉണ്ട്, ബേസൽ ഗാംഗ്ലിയ ഉണ്ട്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇമോഷൻസ് അറൗസ് ആവുന്ന സമയത്ത് ലിംബിക് സിസ്റ്റമാണ് ആക്ടിവേറ്റ് ആവുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ സഡനായിട്ട് നിങ്ങൾക്ക്
ഉണ്ടാകുന്ന ഒരു റിഫ്ലെക്സ് ആക്ഷൻ, ഒരു പേടി കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഫിയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലിംബിക് സിസ്റ്റമാണ് അവിടെ ഇമോഷണലായിട്ട് റൈസ് ആവും. അവിടെ പെട്ടെന്ന് നിങ്ങൾ ഡിസിഷൻ എടുക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ റാഷണൽ തിങ്കിങ്. റാഷണൽ തിങ്കിങ് എപ്പോഴും പ്രീഫ്രണ്ടൽ കോർട്ടെക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മുടെ ഈ തലയുടെ ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന ഏറ്റവും അവസാനം മച്ചുവർ ആവുന്ന കോമ്പോണൻസിൽ ഒരു ഭാഗമാണ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് റാഷണൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ ഏറ്റവും മേജറായിട്ട് പങ്കുവഹിക്കുന്നൊരു ഭാഗം. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു കണക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിനിന് 2 രീതിയിലാണ് വർക്ക് ചെയ്യുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പെട്ടെന്നൊരു ത്രെട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു റിഫ്ലെക്സ് ആക്ഷൻ വരുന്നത് അത് ക്യുക്കാണ്. അതായത് ദ സിസ്റ്റം 1 എന്ന് പറയുന്നത് ക്യുക്കാണ്. പെട്ടെന്ന് ലിംബിക് സിസ്റ്റം ആക്ടിവേറ്റ് ആവും. പെട്ടെന്ന് നമ്മളൊരു ഇപ്പം പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലോജിക്കലായിട്ട് ഇത് കടിക്കുന്ന പാമ്പാണോ അല്ലെങ്കിൽ ഇത് നമ്മളെ കടിക്കുമോ ഇങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ആക്ഷൻ എടുക്കും. അതിന് ശേഷമേ ഉള്ളൂ അത്. ഇപ്പം നമ്മൾ ചാടിക്കഴിഞ്ഞാൽ ചാടുന്നത് എങ്ങോട്ടാണെന്ന് ചിലപ്പോൾ ചാടിയതിന് ശേഷമേ നമ്മൾ നോക്കത്തുള്ളൂ. ഇതൊക്കെ ലിംബിക് സിസ്റ്റം പെട്ടെന്ന് റൈസ് ആയി ഉണ്ടാകുന്ന ഒരു ആക്ഷനാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ലോജിക്കലായിട്ടുള്ള തിങ്കിങ്. അതായത് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ട്രേഡിങ് നടത്തുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് നിങ്ങൾ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് റിട്ടേൺ ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള രീതിയിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കാൽക്കുലേഷൻസും ലോജിക്കലായിട്ടുള്ള തിങ്കിങ്ങും ഒക്കെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് അല്ലെങ്കിൽ റാഷണൽ തിങ്കിങ് റിലേറ്റഡ് ആയിട്ടാണ് വരിക. സോ നമ്മുടെ ബ്രെയിനിന് 2 തരത്തിലുള്ള സിസ്റ്റം ആവശ്യമാണ്. ചിലത് ക്വിക്കായിരിക്കണം, ചിലത് സ്ലോ ആയിരിക്കണം. ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും പറയുന്ന മാനിപ്പുലേഷൻ അല്ലെങ്കിൽ പെർസുവേഷൻ, ഇൻഫ്ലുവൻസ്, ഇതൊക്കെ ഈ ലോജിക്കലായിട്ടുള്ള ഭാഗത്ത് നമ്മൾ എടുക്കേണ്ട ഡിസിഷൻസ് നമ്മളെ കൊണ്ട് ലിംബിക് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യിച്ചിട്ട് ഇമോഷണൽ ആയിട്ടുള്ള റൈസ് ഉണ്ടാക്കി നമ്മളെ കൊണ്ട് ക്വിക്കായിട്ട് എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു 90% ഓഫ് നമ്മുടെ പേഴ്സണൽ ഡിസിഷൻസ് എല്ലാം ഒരു ഇമോഷൻ്റെ പുറത്തോ ഫീലിങ്ങിൻ്റെ പുറത്തോ ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇതെല്ലാം ഇമോഷണൽ സെൻറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഇമോഷണലായിട്ടൊരു റൈസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് പിന്നെ അവിടെ പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോഷണലായിട്ടുള്ള റൈസ് ഉണ്ടായിക്കഴിഞ്ഞാൽ റാഷണൽ തിങ്കിങ് അവിടെ ഡൗൺ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലോജിക്കലായിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് ലാഗ് ചെയ്യും. നമ്മൾ പറയില്ലേ, ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ എടുക്കുന്ന ഡിസിഷൻസ് ഒന്നും ശരിയാവണം യാതൊരു ചാൻസും ഇല്ല. വളരെ 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 ചെറിയൊരു ഒരു പെർസെൻറ്റേജ് മാത്രമേ അത് ശരിയാവാനുള്ള ചാൻസ് ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അത് ലോജിക്കലി വലിയ ധാരണയൊന്നുമില്ല. ഇമോഷൻ്റെ പുറത്ത് വന്നു നമ്മൾ ഡിസിഷൻ എടുക്കുന്നു. സോ എപ്പോഴും ഒരു ഇമോഷനും ലോജിക്കൽ സൈഡുമായിട്ടുള്ള ഒരു ബാലൻസിങ് എപ്പോഴും നമ്മുടെ ഡിസിഷൻസിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോജിക്കലായിട്ട് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻസ് എല്ലാം വളരെ ക്ലിയർ ആവണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഡിസിഷൻ പോയിന്റിൽ എത്തുന്ന സമയത്ത് പെട്ടെന്ന് ക്വിക്കായിട്ട് എടുക്കാതെ കുറച്ച് ഡിലേ വെച്ചതിന് ശേഷം, കുറച്ച് ടൈം വെച്ച് കാമായതിന് ശേഷം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം ആലോചിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ലോജിക്കലായിട്ട് നിങ്ങൾക്ക് ആലോചിക്കാനും ഒക്കെ സമയം കിട്ടും. സോ അവിടെ നിങ്ങളുടെ ഡിസിഷൻസ് കുറച്ചും കൂടെ നിങ്ങളുടെ സർക്കംസ്റ്റൻസിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ടു ഓവർകം ഫിയർ ആൻഡ് ആൻസൈറ്റി വെൻ ഫേസിങ് പീപ്പിൾ ഓർ ഇൻ്റർവ്യൂസ്. അതായത് ഒരു ഇൻ്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ ആളുകളെ അഭിമുഖീകരിക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ആൻസൈറ്റിയോ ഫിയറോ ഒക്കെ ഉണ്ടാകാനുള്ള റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ ഇതിന് ഏറ്റവും ബേസിക് ആയിട്ടൊരു ആൻസർ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിൻ ഒരു ത്രെട്ടായിട്ടാണ് കാണുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും പുതിയ ഒരു സർക്കംസ്റ്റൻസിലൂടെ പുതിയൊരു സാഹചര്യത്തിലൂടെ ചെല്ലുമ്പോൾ നമുക്കൊരു ആൻസൈറ്റി ഉണ്ടാകുന്നത് നമ്മുടെ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റാണ്. അതായത് നമുക്കിതുവരെ പരിചയമില്ലാത്ത ഒരു ഈവൻറ്റ് അല്ലെങ്കിൽ ഒരു എൻവയൺമെൻറ്റിലോട്ട് നമ്മൾ ചെല്ലുവാണ്. എപ്പോഴും നമ്മുടെ ബ്രെയിൻ നമ്മുടെ സേഫ്റ്റിയാണ് എപ്പോഴും അവിടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ, സാധ്യതയുണ്ടോ, ഇവിടെ അപകടം നടക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് തരത്തിൽ ഒരു സ്കാനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആൻസൈറ്റിയും ഫിയറും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടൊരു കാര്യമാണ് ഒരു പരിധിവരെ. ഇത് അബ്നോർമൽ അല്ലെങ്കിൽ ഒരു ത്രഷോൾഡിന് മേളിൽ പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡെയിലി ലൈഫിനെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. സോ അവിടെ നമ്മളിതിനെ വളരെ കാര്യമായിട്ട് പരിഗണിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പം ഈ പറഞ്ഞ വ്യക്തി, ഇത് ചോദിച്ച വ്യക്തി പല കാരണങ്ങളുണ്ടാവാം അദ്ദേഹത്തിന്. അപ്പം നമുക്കിവിടെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്നെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ അതുമായിട്ട് സമാനമായ സാഹചര്യത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടാവും. ബുള്ളിങ് പോലെ
നമുക്ക് തന്നെ ത്രെട്ടായിട്ട് തോന്നുന്ന ഒരു ചമ്മലുളവാക്കുന്നതോ എന്ന തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു ബാഡ് എക്സ്പീരിയൻസ് നമുക്കുണ്ടായിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യം ആളുകളെ അഭിമുഖീകരിക്കുക. ആളുകളെ ഫേസ് ചെയ്യുമ്പോൾ സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് സോഷ്യൽ ആൻസൈറ്റി. ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അവരെല്ലാവരും എന്നെ തന്നെ നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്നെ തന്നെയാണോ നോക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലിൽ നിന്നുണ്ടാകുന്ന ഒരു ആൻസൈറ്റി അല്ല ഒരു ഫിയർ. ഇതിനെ ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് നോർമൽ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് എക്സ്പോഷറാണ്. അതായത് നമുക്ക് എന്താണോ പേടി അതിലൊരു വളരെ ചെറിയ രീതിയിൽ എക്സ്പോഷർ കൊടുക്കുക. നിങ്ങളുടെ ബ്രെയിൻ അതിനെ പ്രോസസ്സ് ചെയ്യുന്നത് മറ്റൊരു രീതിയിൽ, അതായത് ഓക്കെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇത് തന്നെ ചെയ്യുമ്പോൾ ഓക്കെ ഇതൊരു ത്രെട്ട് അല്ല എന്നുള്ള രീതിയിൽ ബ്രെയിൻ അതിനെ കൺസിഡർ ചെയ്യാൻ തുടങ്ങും. സോ നിങ്ങൾക്കൊരു കംഫർട്ടബിലിറ്റിയോടെ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇൻ്റർവ്യൂസിൻ്റെ കേസ് എടുക്കുമ്പോൾ നിങ്ങളൊരു വലിയ ഇൻ്റർവ്യൂ ആണ് ലക്ഷ്യം വെക്കുന്നതെങ്കിലും അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് റിജക്ഷൻ കിട്ടിയാലും പ്രോബ്ലം ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ചെറിയ ചെറിയ ഇൻ്റർവ്യൂസിനൊക്കെ നിങ്ങൾ ചുമ്മാ അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്യുക. നത്തിങ് ടു ലൂസ് അല്ലേ. ജസ്റ്റ് ഗെറ്റ് ദ റിജക്ഷൻ. അവർ റിജക്റ്റ് ചെയ്യോട്ടെ. നിങ്ങൾക്ക് ആ റിജക്ഷൻ കൊണ്ട് എക്സ്പോഷർ കിട്ടും. നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ ഒരു എക്സ്പോഷർ കൊണ്ട് നിങ്ങൾക്ക് കുറേ മാറ്റങ്ങളുണ്ടാവും. അതോടൊപ്പം തന്നെ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ മെത്തേഡാണ്. അതായത് ന്യൂറോ സയൻസ് ഒക്കെ പറയുന്ന രീതിയിൽ നമ്മുടെ ബ്രെയിൻ ഇമാജിനേഷനും റിയാലിറ്റിയും ഒക്കെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂ പോകുമ്പോഴോ അല്ലെങ്കിൽ ഡെയിലി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അതായത് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക നിങ്ങളൊരു കൂട്ടമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളൊരു പബ്ലിക് സ്പീക്കിംഗ് നടത്തുന്നു ഒരു സ്റ്റേജിൽ, ഒരു 1000 പേര് ഓഡിയൻസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നിങ്ങളൊരു വലിയ പ്രസംഗം നടത്തുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ ആ ഫീലിങ്ങോട് കൂടി നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ ഡെയിലി ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ അത് പരിചയമായി തുടങ്ങും. സോ നിങ്ങൾക്കൊരു പരിധി വരെയൊക്കെ ആൻസൈറ്റിയും ഫിയറും ഒക്കെ കുറയ്ക്കാൻ പറ്റും. ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു രീതിയിലും ഒട്ടും 1% പോലും നിങ്ങൾക്ക് കുറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് കൺസൾട്ട് എ പ്രൊഫഷണൽ ഹെൽപ്പ്. ഒരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടൊരു കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ബിലീഫ് സിസ്റ്റം. അതായത് ഒരു ബിലീഫ് സിസ്റ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു വിശ്വാസം, അത് ഏത് തരത്തിലുള്ള വിശ്വാസം എന്നൊന്നും പറഞ്ഞിട്ടില്ല. വിശ്വാസം എന്ന് പറയുമ്പോൾ അതൊരു വളരെ വാസ്റ്റായിട്ടൊരു സബ്ജക്റ്റാണ്. നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോലെ, അതായത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ ജനിച്ചു, നമ്മുടെ ഫാമിലി വിശ്വസിക്കുന്ന എന്താണോ അതായിരിക്കും നമ്മൾ പൊതുവെ നമ്മുടെ വീട്ടിലും ഒക്കെ വിശ്വസിക്കാനായിട്ട് അതൊരു ടീച്ചിങ് ആണ്. നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യുന്ന കുറച്ച് ബിലീഫ്, ഒരു ചൈൽഡ്ഹുഡ് കണ്ടീഷനിങ് എന്നൊക്കെ പറയും. അതിനുശേഷം നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറലായിട്ടുള്ള കണ്ടീഷനിങ്, എക്സ്പീരിയൻസ് ഇതൊക്കെ പറയാം. അതായത് നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ, നമ്മൾ ഏത് കൾച്ചറിലാണോ നിൽക്കുന്നത് ആ കൾച്ചർ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി, മീഡിയ ഇൻഫ്ലുവൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം, അവിടെയൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിലെ സ്ട്രോങ് ആക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് നമ്മൾ ജനിച്ച് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു റിയാലിറ്റി എന്നൊന്നും നമുക്ക് തിരിച്ചറിയാറാവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറേ ബിലീഫായിട്ടുള്ള അല്ലെങ്കിൽ ബിലീഫ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്കത് ഈസിലി, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ലോകവുമായിട്ട് അത് പെട്ടെന്ന് കണക്റ്റ് ആവും. അതായത് നമ്മുടെ മനസ്സിലൊരു ഉത്തരവുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ വിശ്വാസമായിട്ട് അത് കണക്റ്റ് ചെയ്യാൻ ഒരു ആൾട്ടർനേറ്റ് ഓപ്ഷൻ നമുക്കില്ലാത്തടത്തോളം കാലം നമുക്കത് പെട്ടെന്ന് കണക്റ്റ് ആവും. നമ്മൾ അങ്ങനെ കണക്റ്റ് ആവുന്ന സമയത്ത് ആ ഒരു ബിലീഫ് വീണ്ടും സ്ട്രോങ് ആവും. സോ ദെൻ അഗൈൻ നമ്മൾ പോകുന്നത് ഒരു സൊസൈറ്റിയിലോട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരിലേക്ക് തന്നെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വിശ്വാസമായിട്ട് നമ്മൾ മുന്നോട്ട് വളരുന്നു. ദെൻ അവിടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഉണ്ടാവും. ഇപ്പം ഞാൻ ഈ പറയുന്നത് ജസ്റ്റ് ഒരു റിലീജിയസ് ബിലീഫ് സിസ്റ്റം മാത്രമല്ല, ഏത് തരത്തിലുള്ള ബിലീഫ് സിസ്റ്റവും ഇതിൽ ഉൾപ്പെടുത്താം. നമ്മൾ വളരെ ബേസിക് ആയിട്ട് ജനറലൈസ് ചെയ്താണ് പറയുന്നത്. സോ ഏത് തരത്തിലുള്ള ബിലീഫ് സിസ്റ്റവും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അച്ചീവ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ, ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു, നിങ്ങളൊരു 5 ഇൻ്റർവ്യൂവിന് പോയി, 3 ഇൻ്റർവ്യൂവിൽ നിങ്ങൾ കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് പോയി, 2 ഇൻ്റർവ്യൂവിൽ നിങ്ങൾ നീല ഷർട്ട് ഇട്ടുകൊണ്ട് പോയി. ഈ കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് പോയി 2 പ്രാവശ്യം പോയപ്പോഴും നിങ്ങളുടെ ഇൻ്റർവ്യൂ അത്ര നന്നായിട്ട് പോയില്ല എന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ബിലീഫ് സിസ്റ്റം നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ കണ്ടില്ലെന്ന് നടിച്ചാലും നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ നല്ല എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ പോയി നമ്മൾ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് പോയി 3 പ്രാവശ്യം പോയിട്ടും ആ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് പോയ ഇൻ്റർവ്യൂസ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബിലീഫ് സിസ്റ്റം പതുക്കെ
നമ്മുടെ സൊസൈറ്റിയിലുള്ള ആ ഒരു ബിലീഫ് സിസ്റ്റം പതിയെ നമ്മളുമായിട്ട് കണക്റ്റ് ആവും. ഇത് നമ്മൾ കോൺഷ്യസ്ലി അറിയണമെന്നൊന്നുമില്ല. ഇത് പതിയെ 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 അത് നമ്മുടെ ഉള്ളിലൊരു ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തി അതൊരു നമ്മുടെ ബിലീഫിൻ്റെ ഭാഗമായിട്ട് മാറും. ഇങ്ങനെയും നമുക്ക് നമ്മുടെ മനസ്സിലും നമ്മളിലും ഒക്കെ ബിലീഫ് സിസ്റ്റം വളരും പതിയെ പതിയെ പതിയെ. അതുപോലെ തന്നെ ഒരു കാര്യമാണ് പാറ്റേൺ റെക്കഗ്നിഷൻ. പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു കാര്യം വിശ്വസിക്കുവാണ്. നിങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുക. അതായത് ഒരു കറുത്ത ഷർട്ടിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ നിങ്ങൾക്ക് ശരിയാവുന്നില്ല, നിങ്ങളുടെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല എന്ന് നിങ്ങൾക്ക് വിശ്വാസം പതിയെ പതിയെ ചെറിയൊരു 10% വിശ്വാസം വന്നെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ബ്രെയിൻ പതിയെ പതിയെ അത് സീക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് നിങ്ങൾ കറുത്ത ഡ്രസ്സിട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ചിന്ത വരാൻ തുടങ്ങും, ഓ ഇത് ശരിയാവാൻ പോണില്ല, ഇങ്ങനെ ഒരു ശരിയാവാൻ പോണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ഇതുപോലെ ബ്ലാക്ക് ഷർട്ടിട്ട് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഫെയിലിയേഴ്സ് സംഭവിച്ച ആളുകളിലൊക്കെ നിങ്ങൾ തപ്പും. അതായത് ഓക്കെ ഈ കളറാണ്, ഏത് കളർ ഷർട്ടാണ് അവർ ഇട്ടുകൊണ്ട് പോയത്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, ജസ്റ്റ് പിൻ പോയിൻ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നല്ല പറയുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ, ഒരു സിനേറിയോ നമ്മൾ എടുത്തിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ വേണ്ടി പറയുന്നുള്ളൂ. സോ ഇതിനെ നിങ്ങൾക്ക് നമ്മൾ മറ്റു പല ആൾക്കാരും ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയും. ആക്ച്വലി ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പാറ്റേൺ സീക്കിംഗ് ആണ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ എന്തിനെ പറ്റിയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ബ്രെയിൻ അത് തന്നെയായിരിക്കും കാണത്തുള്ളൂ. സോ നമ്മുടെ അറ്റൻഷൻ എവിടെയാണോ നമ്മൾ അതായിരിക്കും കൂടുതൽ കാണാൻ പോകുക. സോ ഇതൊരു ബിലീഫ് സിസ്റ്റം ഡെവലപ്പ് ആവാനായിട്ട് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൊഗ്നിറ്റീവ് പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ, അതായത് കൺഫർമേഷൻ ബയസ്, ഹ്യൂറിസ്റ്റിക്സ് തുടങ്ങിയ കാര്യങ്ങൾ. അതായത് കൺഫർമേഷൻ ബയസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം എന്താണോ നിങ്ങൾ അതുമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ കാണത്തുള്ളൂ. അതുമായിട്ട് പെട്ടെന്ന് നിങ്ങൾ കണക്റ്റ് ആവും. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു വിശ്വാസമുണ്ട്, ഓക്കെ ഈ വ്യക്തി നല്ലൊരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലൊരു വിശ്വാസം എന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന ബാഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ മനഃപൂർവ്വം നമ്മളത് കണ്ടില്ലെന്ന് നടിക്കുക, അല്ല ഇഗ്നോർ ചെയ്യപ്പെടും. പക്ഷേ അയാളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് നമ്മൾ കൂടുതൽ ഹൈപ്പ് കൊടുത്ത് നമ്മുടെ വിശ്വാസം അതിനെ കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് ഉപകരിക്കുകയും ചെയ്യും. നമ്മൾ വീണ്ടും അതിനോട് തന്നെ കൂടുതലായിട്ട് ക്രേവ് ചെയ്യും, കൂടുതൽ കണക്ഷൻ ഉണ്ടാവും. കുറച്ചും കൂടി ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫർമേഷൻ ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം എന്താണോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന എന്ത് എവിഡൻസ് വന്നാലും അതിനെല്ലാം നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് കൺഫർമേഷൻ ബയസ്. അതുപോലെ തന്നെ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ഷോർട്ട് കട്ട്സ് ആണ്. അതായത് നമ്മൾ ജനറലൈസ് ചെയ്തൊക്കെ പറയത്തില്ലേ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയാം അമേരിക്കയിലുള്ള ആൾക്കാരെല്ലാം ഒരുപാട് പൈസയുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ധനികരാണ്, ഇതൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് നടക്കും. അതായത് നമ്മൾ കൂടുതലായിട്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ടൊന്നുമില്ല, നമ്മളൊക്കെ ഒരു തോട്ട്, ഒരു വിശ്വാസം അതങ്ങനെ നിലനിൽക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇത് കൂടാതെ തന്നെ ന്യൂറോ സയൻറ്റിഫിക് ആയിട്ടുള്ള മെമ്മറി എൻകോഡിങ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ടേംസ് ഒരു ബിലീഫ് സിസ്റ്റം വളരാനായിട്ട് നമ്മളെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ഇതിൻ്റെ എല്ലാം ഒരു കളക്റ്റീവായിട്ട് ഒരാകത്തുകയാണ് ഒരു ബിലീഫ് സിസ്റ്റം ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതോറിറ്റി ഫിഗേഴ്സ്. നമ്മുടെ ഒരു അതോറിറ്റി ഫിഗറായിട്ടുള്ള ആൾക്കാർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പെട്ടെന്ന് അത് വിശ്വസിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു സയൻറ്റിഫിക് ടെമ്പറൊന്നും വളരെ കുറഞ്ഞ വ്യക്തികളിൽ അതോറിറ്റി ഫിഗേഴ്സൊക്കെ വന്നിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതുപോലെ തന്നെ അതങ്ങ് വിശ്വസിക്കും. ടൂത്ത് പേസ്റ്റിൻ്റെയൊക്കെ പരസ്യത്തിൽ അതിൽ അഭിനയിക്കുന്ന ആൾക്കാർ ഡോക്ടർമാരുടെ കോട്ടിട്ട് വന്നിട്ട് ഇത് നല്ലതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് നമുക്കിപ്പോൾ പറയാം ഓക്കെ അതൊക്കെ ജസ്റ്റ് പരസ്യമെന്ന് പറയാം. പക്ഷെ നമ്മൾ ഒരു കാലത്ത് അങ്ങനെ വിചാരിച്ചിരുന്നു, ദേ ആർ റിയൽ ഡോക്ടേഴ്സ് എന്ന രീതിയിൽ നമ്മൾ വിചാരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ ഒരു അതോറിറ്റി ഫിഗർ വന്നിട്ട് പറയുമ്പോൾ നമ്മൾ വളരെ അത് വിശ്വസിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, നമുക്ക് ആ എഡ്യൂക്കേഷൻ ആ ഫീൽഡിൽ കുറവാണെന്നുണ്ടെങ്കിൽ. സോ ഇതിൻ്റെ എല്ലാം ആകെ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും നമ്മളുടെ ഒരു ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിന് റിവാർഡിംഗ് ആയിട്ട് കാര്യങ്ങൾ കിട്ടും തോറും ആ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇതാണ് ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഫോർമാറ്റ് എന്ന് പറയുന്നത്.